പീരിമേഡിലെ ജനവാസ മേഖലകളിൽ തുടർച്ചയായി ഉണ്ടാവുന്ന വന്യമൃഗ ശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പീരിമേഡ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. ഈ മാസം 19-ന് DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചതായി നേതാക്കൾ അറിയിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പീരിമേഡ് ജനവാസ മേഖലകളിലെ വന്യമൃഗ സാന്നിധ്യവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വന്യമൃഗ ശല്യവും വർദ്ധിക്കുന്നതിനും ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യപ്പെട്ടുമാണ് കോൺഗ്രസ് പീരിമേഡ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. കുറച്ചുനാൾ വരെ ജനവാസ മേഖലകളിൽ കാട്ടാനയുടെ ശല്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിലും ഭയാനകരമായ പുലിയുടെ സാന്നിധ്യമാണ് കണ്ടുവരുന്നത്. പാമ്പനാർ ലാഡ്രത്ത് കഴിഞ്ഞ ദിവസം പുലി വളർത്തുമൃഗത്തെ കൊന്ന് ഭക്ഷിക്കുകയും ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ച വനം വകുപ്പ് ഇവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ പുലി കൂട്ടിൽ അകപ്പെട്ടതുമില്ല. ആയതിനാൽ പ്രദേശത്തെ ജനങ്ങൾ ഏറെ പരിഭ്രാന്തിയിലുമാണ് കഴിഞ്ഞുവരുന്നത്. കഴിഞ്ഞ ദിവസം പകൽ സമയം വരെ പീരിമേഡ് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ പീരിമേഡിലെ ജനങ്ങൾ ഭീതിയോടുകൂടി കഴിയുന്ന സാഹചര്യത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പീരിമേഡ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. വന്യമൃഗ ഭീതി വിട്ടുമാറാത്തത് ഏറിയ പങ്കും എസ്റ്റേറ്റ് മേഖലകളിലാണ്. എസ്റ്റേറ്റ് മേഖലകളിൽ കാടുകൾ വളർന്ന് പടർന്ന സാഹചര്യം നിലനിൽക്കെ ഇതിൽ പതിയിരിക്കുന്ന വന്യമൃഗങ്ങൾ മനുഷ്യനുമേൽ ആക്രമണം നടത്തുവാനുള്ള സാധ്യതയും ഏറുകയാണ്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 19-ന് പീരിമേഡ് DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് KPCC നിർവാഹക സമിതി അംഗം ഷാഗുൽ ഹമീദ് അറിയിച്ചു. ഈ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കുവാനും ജീവിക്കുവാനും കഴിയുന്ന നിലയിലുള്ള അന്തരീക്ഷം എസ്റ്റേറ്റുകൾ സംജാതം നിലവിലുള്ളതുകൊണ്ട് എസ്റ്റേറ്റിലെ ജീവിതവും ദുഷ്കരമായിരിക്കുകയാണ്. ആളുകൾ ജോലിക്ക് പോകുവാൻ പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ദിവസങ്ങളിലും എസ്റ്റേറ്റിൽ പണിയില്ലാതെ നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമയോചിതമായ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായേ പറ്റത്തുള്ളൂ. വന്യമൃഗങ്ങൾ കടന്നു വരാതിരിക്കുവാൻ ഫോറസ്റ്റ് മേഖല ട്രെഞ്ച് വെട്ടി തിരിച്ച് ക്രമീകരിക്കുകയല്ലാതെ മറ്റ് യാതൊരു മാർഗവും ഇല്ല എന്ന് പകൽ പോലെ വ്യക്തമാകും. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പഴയകാല ട്രെഞ്ചുകൾ ഉണ്ടായിരുന്നതല്ലാതെ ഇവയുടെ പുനർനിർമ്മാണത്തിനോ വനമേഖലയും ജനവാസ മേഖലയും വേർതിരിക്കുന്നതിനോ വനം വകുപ്പ് തയ്യാറാവുന്നില്ല എന്നും ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പീരിമേഡ്.